ഈ സംഗതിയുടെ യഥാർത്ഥ രസം മനസ്സിലാവണമെങ്കിൽ പ്രഭാകർ സാറിനെ പറ്റി ചിലത് അറിയേണ്ടതുണ്ട്. അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ എന്ത് സാധനം വാങ്ങിക്കുന്നതിലും ഭയങ്കര പിശുക്കാണ്. നല്ല അരിയോ നല്ല പച്ചക്കറികളോ വേണമെന്ന് അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ല. ഈ നേരത്തെ ഉണ്ടായിരുന്ന കുക്കിനോട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ അരി വാങ്ങിച്ചുകൊണ്ട് വന്നത്? അല്ല സാറേ, ഇതിനേക്കാളും അല്ല, ഇത്രയും വിലയുള്ള അരി എന്തിനു വാങ്ങിച്ചുകൊണ്ട് വന്നു? അല്ല, അത് ഇതിനേക്കാളും വില കുറഞ്ഞാൽ അരി വളരെ മോശമാണ്, നാറ്റം ഉണ്ടാവും. നാറ്റമൊക്കെ വെള്ളം തിളപ്പിച്ചാൽ നാറ്റമൊക്കെ പോവില്ലേ? ഇത്രയും ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾ തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അങ്ങനെ ഓരോരോ സംഗതിക്കും ഭയങ്കര പിശുക്കും ഭയങ്കര സമ്മർദ്ദമായിരിക്കും കുക്കിനും ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ചില ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും, ശ്രീനിവാസൻ ഇന്ന് വൈകുന്നേരം എന്താണ് പരിപാടി? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്ന് ഞാൻ പറയും. എന്നാൽ വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകണം. പോകാമെന്ന് പറയും. പോകുന്നത് താജ് ഹോട്ടലിലേക്കാണ്. താജ് ഹോട്ടൽ എന്ന് വെച്ചാൽ 5 സ്റ്റാർ ഹോട്ടലാണ്. 2 പേര് അവിടുന്ന് ഡിന്നർ കഴിച്ചാൽ മിനിമം അന്ന് 1000 രൂപയാവും. ആ 1000 രൂപ ചിലവാക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇതേപോലെയുള്ള ഭയങ്കര വഴക്കും ഇതൊക്കെയാണ്. അങ്ങനെയുള്ള ഗോവിന്ദൻ നായരെ പ്രഭാകരൻ സാറ് ഒരിക്കലും അവിടെ പൊറപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഒരാഴ്ച തട്ടിമുട്ടി ഗോവിന്ദൻ നായരെ പുള്ളി സഹിച്ചു. അതിനുശേഷം പറഞ്ഞു വിട്ടു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ നായരെ സ്റ്റെല്ല മേരീസ് കോളേജിൻ്റെ പുറകിലുള്ള ഈ സുഹൃത്തുക്കളുടെ വാടക വീട്ടിൽ കുക്കായി നിയമിക്കുന്നത്. ഗോവിന്ദൻ നായരെ പറ്റിയുള്ള ഈ കാര്യങ്ങളൊക്കെ മോഹനോടും സുഹൃത്തുക്കളോടും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഗോവിന്ദൻ നായർ കുക്കായി ചാർജ് എടുത്ത ആദ്യ ദിവസം തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദരനായി എവിടുന്നോ സംഘടിപ്പിച്ച ഒരു സഞ്ചിയുമായിട്ട് മോഹൻ്റെയും സുഹൃത്തുക്കളുടെയും മുമ്പിൽ ചെന്ന് നിന്നു. എന്നിട്ട് ഗോവിന്ദൻ നായരുടെ ഡയലോഗാണ്, അപ്പോൾ ഐശ്വര്യമായിട്ട് ഇന്ന് ഈ പുതിയ വീട്ടിൽ നമ്മൾ പാചകം തുടങ്ങുകയാണല്ലോ, അതുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന അരിയും സാധനങ്ങളും വാങ്ങാൻ 1000 രൂപ ഇങ്ങെടുത്തോളൂ എന്ന് പറഞ്ഞ് ഭക്തി പുരസരം നിന്നു. ഗോവിന്ദൻ നായരെ നടുക്കിക്കൊണ്ട് മോഹൻ്റെ പതിഞ്ഞ ശബ്ദം, അരിയും പച്ചക്കറികളുമൊക്കെ ഇന്നലെ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞു. എന്ത്? ഗോവിന്ദൻ നായർ ഞെട്ടി. അപ്പോൾ മോഹൻ, നായർക്ക് പ്രായമായല്ലോ, താങ്കളിങ്ങനെ വെയിലും കൊണ്ട് മാർക്കറ്റിൽ പോയി അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ചെയ്താൽ ഭയങ്കരമായി ക്ഷീണിച്ച് ചിലപ്പോൾ ബോധം കെട്ട് പോകും. അതുകൊണ്ട് താങ്കൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം മതി. ഈ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെക്കുന്ന കാര്യം ഞങ്ങളേറ്റു. താങ്കൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുകയേ വേണ്ട. അപ്പോൾ നായർക്ക് മനസ്സിലായി ഏതോ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ആൾ ഞാനാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി കാണും. പിന്നീട് എന്നെ കണ്ടപ്പോൾ കാളകൂട വിഷത്തെ എന്ന പോലെയാണ് നായർ എന്നെ നോക്കിയത്. ഒരു ദിവസം ദോശ മറിച്ചിടുന്ന ചൂടുള്ള ചട്ടവും കൊണ്ട് എന്നെ സൂത്രത്തിൽ നിന്ന് പൊള്ളിക്കുകയും ചെയ്തു. എന്തായാലും ഒരാഴ്ചക്കകം നായർ അവിടുന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷനായി. അങ്ങനെ മോഹൻ ഇലിയാസും ഖാലിദും മേനോനും സ്റ്റെല്ല മേരീസ് കോളേജിൻ്റെ പുറകിലുള്ള വീട്ടിൽ താമസമായപ്പോൾ എനിക്ക് മദിരാശിയിൽ വാടക കൊടുക്കാതെ താമസിക്കാവുന്ന 2 വീടുകളായി. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പ്രഭാകർ സാറിൻ്റെ ഫ്ലാറ്റ്. ഈ സ്റ്റെല്ല മേരീസ് കോളേജിൻ്റെ പുറകിലുള്ള ഈ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. അധികം തിക്കും തിരക്കുകളൊന്നുമില്ല. ഒരു മുറുക്കാൻകട, ഒരു ചായക്കട, ഒരു പലചരക്ക് കട, അത്രയൊക്കെ ഉള്ളൂ. അവിടെയും വലിയ തിരക്കുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ മുറുക്കാൻകടയിൽ ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വാങ്ങിക്കാൻ പോകും. അവിടെ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ സിഗരറ്റ് കത്തിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഒരു കറുപ്പനായ ഒരു തമിഴൻ അതേപോലെ എന്നെ പോലെ തന്നെ അവിടെ നിന്ന് സിഗരറ്റൊക്കെ വാങ്ങും. അപ്പോൾ ഞങ്ങൾ ഒരേ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങുന്ന 2 ആളുകൾ എന്നുള്ള നിലയിൽ ഒരു പരിചയം, ഒരു മുഖഭാവം കൊണ്ടുള്ള ഒരു അടുപ്പം, അതൊക്കെ ഞങ്ങൾ തമ്മിലുണ്ടായി. അപ്പോൾ ഒരു ദിവസം ആ തമിഴൻ എന്നോട് ചോദിച്ചു, നീങ്ക അന്ത വീട്ടിലെ പുതുസാ കുടിത്തനത്തിക്ക് വന്നിരിക്ക? അപ്പോൾ എനിക്ക് വലിയ തമിഴെന്ന് പറഞ്ഞില്ല, ആമാന്ന് പറഞ്ഞു. എന്തോ കുടിത്തനം എന്ന് പറഞ്ഞാൽ എന്തോ താമസിക്കില്ല, അങ്ങനെ എന്തോ ആണ്.
അങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ ചില സംഭാഷണങ്ങളൊക്കെ ഞങ്ങൾ തമ്മിലൊരു കുശലം പറച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തമിഴൻ താമസിക്കുന്നത് ഈ മുറുക്കാങ്കടയുടെ തൊട്ടുള്ള ഒറ്റമുറി പീടികയിലാണ്. ഒറ്റമുറി പീടിക എന്ന് വെച്ചാൽ ഒരു പീടിക തന്നെയാണ്. ഒരു 3 നിരപ്പലക എടുത്ത് മാറ്റിയാൽ അങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകാനുള്ള വാതിലായി. ഒറ്റ മുറിയേ ഉള്ളൂ. ആ മുറിയാണ് അടുക്കളയും കിടപ്പ് മുറിയും എല്ലാം. തമിഴനും ഭാര്യയും മക്കളുമൊക്കെ ആ ഒറ്റ മുറിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വാടക കൊടുക്കാതെ 2 വീട്ടിൽ താമസിക്കുന്ന എനിക്ക് സ്വാഭാവികമായും ഈ ഒരു ഒറ്റ മുറിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ തമിഴനോട് സഹതാപം തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴ് സിനിമയിൽ ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു അത്. ഭാരതിരാജ എന്ന് പറയുന്ന സംവിധായകൻ ആദ്യമായി സംവിധാനം ചെയ്ത 16 വയതിനില്ലേ എന്ന് പറയുന്ന സിനിമ മദിരാശിയിൽ വിജയക്കൊടി എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ വിജയക്കൊടി പാറിച്ചു. കമലഹാസൻ അഭിനയിച്ച ചപ്പാണി എന്ന കഥാപാത്രം, രജനീകാന്ത്, ശ്രീദേവി തുടങ്ങിയവരുടെ സാന്നിധ്യം, അങ്ങനെ എല്ലാം കൊണ്ടും, പിന്നെ മാത്രമല്ല മൊത്തത്തിലൊരു സംവിധായകൻ്റെ വരവ് ആഘോഷിച്ച അപൂർവം ചിത്രങ്ങളിലൊന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ 16 വയതിനില്ലേ എന്ന് പറയുന്ന ആ സിനിമ. ഞാൻ ആ സിനിമ കണ്ടു. അതിലെ പുതുമ, അതിലെ പുതിയ അപ്രോച്ച്, സംവിധായകൻ്റെ കാഴ്ചപ്പാട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ സിനിമ തമിഴ്നാട്ടിൽ വലിയ കൊള്ളകളൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ 100-ാം ദിവസം ആഘോഷം പ്രഖ്യാപിച്ചുകൊണ്ട് നഗരത്തിലെങ്ങും പോസ്റ്ററുകൾ വന്നു. ഭാരതിരാജയുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ പോസ്റ്ററുകൾ നോക്കുന്നതിനിടയിൽ ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ നോക്കി. പല പോസ്റ്ററുകളിലും നോക്കി. സംശയമായി. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അതെ, ആ തമിഴൻ തന്നെ. അതായത് ഞാൻ മുറുക്കാങ്കടക്കടുത്ത് വെച്ച് കണ്ട അതേ തമിഴ്. ഒറ്റമുറി പീടികയുടെ 3 നിരപ്പലക മാറ്റിവെച്ച വിടവ് വാതിലാക്കിയ അതേ തമിഴൻ ഭാരതിരാജ.